قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസ്സമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. സത്യനിഷേധികൾ പറയുന്നതിനെപ്പറ്റി താങ്കൾ ക്ഷമിക്കുകയും ഭംഗിയായ നിലയിൽ അവർ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വഹ്ജുർഹും ഹജ്റൻ ജമീലാ. ഹജ്റൻ തജ്വീദ് ശ്രദ്ധിക്കണേ. ഹജ്റൻ ജമീല. നമ്മൾ 3ാമത്തെ വിഷയമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതായത് ഈ ആയത്തിൻ്റെ 1ാമത്തെ ഭാഗമായ വസ്ബിർ അലാ മാ യഖൂലൂന, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ 3 തരം ക്ഷമയുണ്ടെന്ന് പറഞ്ഞു. 2 തരം ക്ഷമയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 3ാമത്തെ തരം ക്ഷമ അതെന്താണെന്നറിയോ? അസ്സബ്റു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, അള്ളാഹുവിൻ്റെ ഖദറിൽ ക്ഷമിക്കുക. അത് എന്ത് ഖദറായാലും, വേദനയായാലും പ്രയാസമായാലും എങ്ങനെയായാലും അത് ക്ഷമിക്കുക അല്ലേ. മനുഷ്യന്മാരാകുമ്പോൾ അള്ളാഹു തആല അങ്ങനെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളും മുസീബത്തുകളൊക്കെ വരുമ്പോൾ വേവലാതിപ്പെടാതെ, ബേജാറാവാതെ, ആകെ പൊറുതികേട് പറഞ്ഞ് നടക്കാതെ, കാണുന്ന ആൾക്കാരോടൊക്കെ പരാതി പറയാതെ അള്ളാഹുവിൽ ക്ഷമിച്ച് നമ്മളങ്ങനെ അതിൽ കൂലി പ്രതീക്ഷിച്ച് നിൽക്കുക. ഇതാണ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹി. ചില ആളുകളുണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസാനം പറയും, എന്താ ചെയ്യുക, പടച്ചവൻ്റെ വിധിയല്ല, ഞാൻ ക്ഷമിക്കണം. അല്ല, അത് ആദ്യം പറയേണ്ടതാണ്. അള്ളാഹുവിൻ്റെ വിധിയാണ് ഞാൻ ക്ഷമിക്കുന്നത്, പടച്ചവനെ നീ എനിക്കത് ഷെഫിയാക്കിക്കൊണ്ട, അല്ലെങ്കിൽ സലാമത്താക്കിക്കൊണ്ട എന്ന് പറയാം. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനൊന്നും കുഴപ്പമില്ല. ദ്വാർക്കാൻ പറയുന്നതിന് കുഴപ്പമില്ല. അതൊരു ജസഇൻ്റെ രൂപത്തിലാവാൻ പാടില്ല. ജസ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പൊറുതികേട് കാണിക്കില്ല. നമ്മൾ അള്ളാഹിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പൊറുതികേട് അതുണ്ടാവാൻ പാടില്ല. ഇതെപ്പോഴുണ്ടാണ്ടെന്നറിയോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞൊരു വിഷയമാണ്. മുസീബത്ത് വരുമ്പോൾ ക്ഷമ വേണ്ടത് ആദ്യത്തെ ആ ഷോക്കിലാണ്. ആദ്യം തന്നെ ഇൻദ സ്വദമത്തുൽ ഊല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പറഞ്ഞത്? അസ്സബ്റു ഇൻദ സ്വദമത്തുൽ ഊല. ആദ്യത്തെ അടി, ശരിക്കും സ്വദമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യത്തെ അടിയിൽ കിട്ടുന്ന സമയത്ത് അപ്പോൾ ക്ഷമിക്കുക. അടി എന്ന് പറഞ്ഞാൽ ആ ഷോക്ക്, ആ മുസീബത്ത് വന്ന ഉടനെ എന്നർത്ഥം. അല്ലാതെ അതിന് വന്നിട്ട് കുറേ പ്രതികാരം പറഞ്ഞ് അവസാനം എന്താ വിധിയല്ലേ ഞാൻ ക്ഷമിക്കുക, അതല്ല, അങ്ങനെയല്ല. ആദ്യം തന്നെ യകൂനു ഫൗറ നുസൂലിൽ മുസീബ, മുസീബത്ത് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അതേത് മുസീബത്തായാലും എന്നിട്ട് അള്ളാഹുവിൽ ക്ഷമിക്കുകയും ചെയ്യണം. ഇൻദ സ്വദമത്തുൽ ഊല. അങ്ങനെ ക്ഷമിച്ച ആളുകൾക്കാണ് അള്ളാഹു തആല ഒരുപാട് കൂലി വാഗ്ദാനം ചെയ്തത് അല്ലേ. സൂറത്തുൽ ബഖറയിൽ 155-ലും 56-ലും പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ ഞാൻ പേടി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, പൈസ സമ്പാദ്യം കുറച്ചിട്ട് പരീക്ഷിക്കും, വേണ്ടപ്പെട്ട ആളുകളെ മരണപ്പെടുത്തിയിട്ട് പരീക്ഷിക്കും, പലവർഗ്ഗങ്ങൾ കുറച്ച് പരീക്ഷിക്കും. ഒക്കെ പരീക്ഷിക്കുമ്പോൾ ഇതിൽ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവരോട് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം. ആരാണ് ക്ഷമിക്കുന്ന ആളുകൾ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് മുസീബത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറേ കഴിഞ്ഞിട്ടല്ല, അങ്ങനെ പറഞ്ഞ് അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതിൽ ഈ ഒരു ക്ഷമ നമുക്ക് നേടിത്തരാൻ നമ്മളെ സഹായിക്കുന്ന 2-3 ഘടകങ്ങൾ അതും കൂടി നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ശരിയായ വിശ്വാസം ഉണ്ടാവുക. ഇതുണ്ടെങ്കിൽ പിന്നെ എന്താ, നമുക്ക് എന്ത് വന്നാലെന്താ? അള്ളാഹിൻ്റെ ഖലാഖാണ്, അള്ളാഹിൻ്റെ ഖദറാണ്, അതിനനുസരിച്ച് ഇവിടെ നടക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ എത്ര തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. റബ്ബ് കണക്കാക്കിയതേ എനിക്കും ഇനിയിപ്പോൾ ആർക്കും ലോകത്തന്നെ നടക്കുകയുള്ളൂ. ഞാൻ ഇപ്പം എന്തായാലും ടെൻഷൻ അടിക്കണം? റബ്ബല്ലേ കണക്കാക്കിയത്. യാ അല്ലാഹ്,
സൂറത്തുൽ ഹദീദിലെ 22 പറഞ്ഞില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വരണോ, ഭൂമിയിലോ മറ്റോ എന്ത് മുസീബത്ത് വരണോ അതൊക്കെ നമ്മൾ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അള്ളാഹും അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള തീരുമാനം, ഒരു വിശ്വാസം. രണ്ടാമത്തേത്, ഇങ്ങനെ മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ഈ കാര്യത്തിൽ ക്ഷമിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്ന നല്ല പ്രതിഫലം, നല്ല കൂലി തരും പടച്ചോൻ അല്ലേ, അതിൽ ഭയങ്കര അങ്ങനെ ഒരു ആ കൂലി ഇങ്ങോട്ട് മനസ്സിലേക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അവന് ഒരു ബോധ്യോടുണ്ടാകും, ഓൻ ക്ഷമിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലെ നേരത്തെ 2 ഓതി വെച്ചില്ലേ, അവിടെ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അത്തരം ആളുകൾക്ക് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണവും പ്രാർത്ഥനയും അവർക്കുണ്ട്, വറഹ്മത്തുൻ, അള്ളാഹുവിൻ്റെ കരുണയുണ്ട്, വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നല്ല ആളുകൾ, സന്മാർഗം നേടിയവർ. ഇങ്ങനെ 3 ഗുണങ്ങൾ അള്ളാഹു തആല അവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ടാൽ പിന്നെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എന്താവും, അവന് നിസ്സാരമാകും, അതിൽ ക്ഷമിക്കാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞില്ല, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാഇ. ഇന്ന ഇളമൽ ജസാഇ, നല്ലോണം കൂലി കിട്ടണ എപ്പോഴാണെന്നറിയോ, മാ ഇളമിൽ ബലാഇ, ഭയങ്കര വലിയ ബലാ വരുമ്പോഴാണ്. ബലാഇൻ്റെ വലിപ്പം കൂടുന്നിടത്തോളം ജസാഇൻ്റെ വലിപ്പവും കൂടും, പ്രതിഫലത്തിൻ്റെ വലിപ്പവും കൂടും. അപ്പോൾ അതിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുക. പിന്നെ മറ്റൊരു സംഗതി, ഇങ്ങനെ നമ്മൾ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു സംഗതി, അലം നശ്റഹ സൂറത്തിലെ ഒരായത്താണ്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. സൂറത്തു ശറഹിലെ 5-6 ആയത്തുകൾ. എല്ലാ പ്രയാസത്തിൻ്റെ ശേഷവും എല്ലാ പ്രയാസത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ട് എന്ന് അള്ളാഹു തആല 2 വട്ടം പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രയാസം ഇങ്ങനെ പോവും, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാണ് യാ റബ്ബലേ. ഇതൊക്കെ നമ്മളെ അതിനെ സഹായിക്കുന്ന കാരണങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ മുസീബത്തുകൾ ക്ഷമിക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. നമുക്കിപ്പോൾ ഒരു പല്ലുവേദന വന്നിട്ട് ഒരു അരമണിക്കൂർ കെട്ടങ്ങാറായി ഭയങ്കര പ്രയാസമായി ആശുപത്രി പോയി, അത് ശരിയായി. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ ആ 23.5 മണിക്കൂറും റബ്ബ് നമുക്ക് നിഅമത്ത് ചെയ്തു തന്ന സമയമാണ്. പല്ലുവേദന ഒന്നുമില്ലാതെ സന്തോഷം നമ്മൾ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ 6 മണിക്കൂർ ഒരു വിഷയമാവില്ല നമുക്ക്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 45 വർഷം ജീവിച്ച ഒരാൾ 46-ാമത്തെ വയസ്സിൽ ചെറിയൊരു പ്രശ്നം വന്നു അയാൾക്ക്. 45 കൊല്ലം റബ്ബ് എനിക്കൊരു കുഴപ്പമില്ലാതെ എന്നെ അതേപോലെ കൊണ്ടു നടന്നില്ല, അൽഹംദുലില്ലാ, വലിയ നിഅമത്തല്ലത്, ഇതല്ലാതെ സാറില്ല, അത് മാറിക്കോളും, ഞാൻ ക്ഷമിക്കണം റബ്ബേ നഹ്തസിബി യാ റബ്ബ്, നിന്നിൽ നിന്ന് ഞാനതിൽ കൂലി പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ, എന്നങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മാഷാ അല്ലാ അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഇങ്ങനെ ആലോചിച്ചാൽ മാഷാ അല്ലാ നമുക്ക് വളരെ പെട്ടെന്ന് എന്താവും, അതിൽ ക്ഷമിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയാറുണ്ട്, വഅലം അന്നൻ നസ്റ മഅസ് സ്വബ്രി വഅന്നൽ ഫറജ മഅൽ കർബി വഅന്ന മഅൽ ഉസ്രി യുസ്റ. അന്നൻ നസ്റ മഅസ് സ്വബ്രി, അള്ളാഹുവിൻ്റെ സഹായം വരുന്നത് എപ്പോഴാണെന്നറിയോ, ക്ഷമിക്കുമ്പോഴാണ്. ഏത് തരത്തിലുള്ള സഹായവും വരുന്നത് ക്ഷമിക്കുമ്പോഴാണ്. വഅന്നൽ ഫറജ മഅൽ കർബി, വിഷമമുണ്ടാകുമ്പോഴാണ് അതിൽ നിന്നൊരു തുറവടി ഉണ്ടാവുന്നത്, എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുന്നത്. വഅന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടു കൂടി എളുപ്പവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്തരം ഈ മുസീബത്തുകൾ വരുമ്പോൾ ക്ഷമിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ടത് നിഅമത്തുകളെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സമയം നിഅമത്താ പടച്ചോൻ നമുക്ക് തന്നത്, ഒരുപാട് നിഅമത്തുകൾ തന്നു, ചെറിയൊരു വിഷമം ഇപ്പോൾ തന്നിട്ടുള്ളൂ, സാരമില്ല. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മുടെ തെറ്റുകൾ കാരണമാണോ ഈ മുസീബത്ത് എനിക്ക് വന്നത്? ഈ മുസീബത്ത് എനിക്ക് വന്നത് ഞാൻ ചെയ്ത തെറ്റുകൾ കാരണമായിരിക്കാം. അതൊന്നുകിൽ ഇവിടുന്ന് തന്നെ അള്ളാഹു തആല എനിക്ക് ശിക്ഷയായി തരികയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ദർജ ഉയർത്താൻ എന്നെ പരീക്ഷിക്കാൻ റബ്ബ് തരികയായിരിക്കാം. ഇങ്ങനെ ഒരു ചിന്താഗതി മനസ്സിലുണ്ടാവുക. സൂറത്തു ശൂറയിൽ 30-ാമത്തെ ആയത്തിൽ റബ്ബ് പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. കണ്ടോ, നിങ്ങൾ വരുത്തി വെച്ചതാണ് നിങ്ങൾക്ക് വന്ന മുസീബത്തുകൾ എന്ന്. അള്ളാഹു തആല ഞാൻ ചെയ്ത എന്തോ ഒരു തെറ്റ് കാരണം റബ്ബ് എന്നെ പിടിക്കുകയാണ്, അതുകൊണ്ട് ഞാനിവിടെ ചെയ്യേണ്ടത് എന്താ, ബേജാറായി വെപ്രാപ്പെട്ട് പരാതി പറഞ്ഞ് നടക്കല്ല ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ക്ഷമിക്കുകയാണ് വേണ്ടത്, എന്നിട്ട് ഞാൻ തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിലോ അപ്പോഴും ക്ഷമിക്കാൻ കഴിയും. യാ അല്ലാഹ്, ദുന്യാവിലെ ശിക്ഷയാണല്ലോ ഏറ്റവും ചെറുത്, ആഖിറത്തെ ശിക്ഷയേക്കാൾ. അപ്പം എന്നെ ഇവിടുന്ന് പഠിച്ചോ ശിക്ഷിച്ചിട്ട് അവിടെ റെഡിയാക്കാനുള്ള പരിപാടിയായിരിക്കാം എന്ന് കരുതിയിട്ട് അതിൽ ക്ഷമിക്കണം. അള്ളാഹു നമ്മുടെ ആഖിറത്തിലെ ശിക്ഷയും ദുന്യാവിലെ ശിക്ഷയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അപ്പോൾ എങ്ങനെ നോക്കിയാലും ക്ഷമ എന്നത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് ഗുണങ്ങളുള്ള വിഷയമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്. റബ്ബ് അത് കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞ വിഷയമാണ്. സൂറത്ത് ആല ഇമ്രാൻ 186 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വ ചെയ്യുകയാണെങ്കിൽ അതന്നിട്ട് വലിയ സംഗതി എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സുമറിലെ 10 ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരു കയ്യും കണക്കൂലാതെ ഞാൻ സാബിരിങ്ങൾക്ക് കൂലി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു തആല പറഞ്ഞതാണ്. പിന്നെ അവർക്ക് വലിയ സന്തോഷ വാർത്ത അറിയിച്ച് പറയാൻ അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞു. അവർക്ക് കണക്കില്ലാതെ കൂലി തരാമെന്ന് പറഞ്ഞു. അവർക്ക് സഹായമുണ്ടാകുമെന്ന് പറഞ്ഞു. അവരെ നേതാക്കളാക്കുമെന്നും പറഞ്ഞു. ക്ഷമിച്ച് നടക്കുന്ന ആളുകളെയാണ് അള്ളാഹു തആല നേതാക്കളാക്കുക. ക്ഷമ വേണം. നേതാവാകാൻ ക്ഷമ വേണ്ടേ? സുബ്ഹാനല്ലാഹ്. സൂറത്ത് സജ്ദയിൽ 24-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ ആ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. ആ കൂട്ടറിൽ നിന്ന് ചില ആളുകളെ നമ്മൾ നേതാക്കന്മാരാക്കി ഉണ്ടാക്കിയെടുത്തു. എന്താ കാരണം? ലമ്മാ സ്വബറു, അവർ ക്ഷമിച്ചപ്പോൾ. അപ്പോൾ ക്ഷമ എന്നത് എല്ലാ നിലക്കും നമ്മൾ ഉയർത്തുന്ന സംഗതിയാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെയാണ് മുസീബത്തുകളുമായി നമ്മുടെ ഒരു സമീപനം ഉണ്ടാവേണ്ടത്. സ്വബർ എന്നത് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്നറിയോ? മുസീബത്തു ദീനാണ്. മുസീബത്തു ദുനിയ അല്ല ഏറ്റവും വലുത്. മുസീബത്തു ദീനാണ്. ദീനിൽ വരുന്ന മുസീബത്ത്. അപ്പോൾ നമുക്ക് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാൻ കഴിയുന്നില്ല. നിസ്കാരം ഒഴിവാക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് നമ്മൾ. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് കഴിയണില്ല. പിശുക്ക് തോന്നുന്നുണ്ടോ? കണക്കൊക്കെ വെച്ച് എക്സൽ ഷീറ്റൊക്കെ വെച്ച് അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതി കൃത്യമായി കണക്ക് 2% കണക്കാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണില്ലേ? അതാണ് മുസീബത്ത്. മനസ്സിലാണ്ടോ? അപ്പോൾ മുസീബത്തു ദീൻ ആണ് ഏറ്റവും വലുത്. ദീനും പോയാൽ പിന്നെ എല്ലാം പോയില്ലേ? അപ്പോൾ അതിൽ മുസീബത്ത് വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ദുനിയാവ് ഞങ്ങളെ വലിയ ഒരു ടെൻഷൻ ആക്കരുത്. വലാ തജ്അൽ മുസീബത്തനാ ഫി ദീനിനാ എന്ന് പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. വലാ തജ്അൽ മുസീബത്തനാ ഫി ദീനിനാ. ഞങ്ങൾക്ക് തരാനുള്ള മുസീബത്ത് നിൻ്റെ കണക്കിൽ വല്ലതും ഉണ്ടെങ്കിൽ റബ്ബ് അത് ദീനിലാക്കരുതേ തമ്പുരാനെ. ശരീരത്തിൽ ഇനിയിപ്പോൾ വന്നാലും അത് അസുഖം ചികിത്സിച്ചാൽ മാറിപ്പോവും. അതല്ലെങ്കിൽ അതോടാണ് ഇവിടുന്ന് പോയാലും ശരി ആഖിറത്തിലേക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ ക്ഷമിച്ച് കൂലി കിട്ടും. പക്ഷേ ദീനിൽ മുസീബത്ത് വന്നാൽ വലിയ വിഷമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. സർവ്വ പ്രവാചകന്മാർക്കും മുസീബത്തും പ്രയാസങ്ങളും വിഷമങ്ങളും വന്നിട്ടുണ്ടല്ലോ. ആരെയാണ് അള്ളാഹു തആല പരീക്ഷിക്കാതിരുന്നിട്ടുള്ളത്? എല്ലാവരെയും പരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ദർജകൾ ഉയരാൻ അള്ളാഹു തആല അവരെ കൂടുതൽ മുഖറബീങ്ങളാക്കാനാണത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ദുനിയാവ് എന്നത് നമ്മളെന്താക്കണ്ട, കാര്യമാക്കണ്ട. അതിൻ്റെ പിന്നാലെ അവരത് കൂടും വേണ്ട. അതാണ് പോവും. അതാണ് പോവും. അത് ഇപ്പം നമ്മളെ കുറേ ചിരിപ്പിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മളെ കുറേ കരയിപ്പിക്കും. ഒരു കാലത്ത് നമുക്ക് നന്നായിട്ട് ദുനിയാവ് നമ്മളോട് പെരുമാറിയെങ്കിൽ വേറൊരു സമയം ദുനിയാവ് നമ്മളോട് മോശമായി പെരുമാറും. അപ്പോൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ അത്രയുള്ള ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ദുനിയാവിലില്ല എന്ന് അള്ളാഹു തആലയും റസൂലൊക്കെ പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊതുകിൻ്റെ വില അതിന് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കാഫിറിനും ഒരു തുള്ളി വെള്ളം കിട്ടൂല എന്നൊക്കെ ഹദീസിലില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താക്കണ്ട, ദുനിയാവിൻ്റെ പിന്നാലെ പോണ്ട. ദീനിൽ മുസീബത്ത് വരുന്നത് കാത്തുരക്ഷിക്കുക. ഈ ദുനിയാവിനോടുള്ള പ്രേമം കൂടുമ്പോഴാണ് മുസീബത്തുകൾ വരുമ്പോൾ മനുഷ്യന് ക്ഷമിക്കാൻ കഴിയാതാണത്. അതാണ് അതിൻ്റെ പോയിന്റ്. ദുനിയാവിനോടുള്ള പ്രേമം കൂടുമ്പോഴാണ് ഇവിടുന്ന് എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയാതെ ആവുന്നതും പിന്നെ ആകെ ഇടങ്ങാറാവുന്നതും പ്രയാസപ്പെടുന്നതും ഒക്കെ. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഈ നിലക്ക് നമ്മളെന്താക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ബലാഇൻ്റെ സമയത്ത് ക്ഷമിക്കുക. ഈ എന്താണ് പറയുക, ക്ഷമയും നന്ദിയും എപ്പോഴും മനുഷ്യൻ കൊണ്ടു നടക്കുകയും ചെയ്യുക. എപ്പോഴും ശാക്കിര്യങ്ങളും ക്ഷമയുള്ളവരുമാകുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹജ്റുൻ ജമീലിനെ കുറിച്ച്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.